സാധാരണ വാഹനങ്ങൾ ആക്സിഡന്റ് ആയാലും മറ്റോ പോലും നമ്മളൊക്കെ അധികം ടെൻഷൻ അടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പ്രീമിയം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ നല്ലോണം ടെൻഷൻ അടിക്കും. അപ്പം നമ്മൾ ഈ വണ്ടിക്ക് നല്ലൊരു ആക്സിഡന്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്കാണ് നമ്മളെന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ബമ്പറും ഫെൻഡറും റീപ്ലേസ്മെൻ്റ് ആയിരുന്നു. ബോഡി പാനൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് റിപ്പയർ ചെയ്യുകയാണ്. ഒന്നും റീപ്ലേസ് ചെയ്യുന്നില്ല, ഒരു സാധനം റീപ്ലേസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ബമ്പർ ലോക്ക് മാത്രമാണ് റീപ്ലേസ് ചെയ്തേക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. ഹെഡ്ലൈറ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തേക്കാണ്. അപ്പം ഇതിൻ്റെ എന്തൊക്കെയാണ് വർക്ക്? അപ്പം നമ്മൾ ഇതിൻ്റെ പാനൽസ് എല്ലാം ലെവൽ ചെയ്യാണ്. ഒരിക്കലും പുട്ടി വാരി തേച്ച് ബോഡി ഫിൽറ്റർ വാരി തേച്ച് ലെവലിംഗ് അല്ല. ആ പാനൽ കൃത്യമായി ഡെൻഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കും. ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു പാനൽ ഗ്യാപ്പ് ഒന്നും തന്നെ ഇല്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഷോറൂമിൽ ചെയ്താൽ മാത്രമേ കളറൊക്കെ കറക്റ്റ് ആകത്തുള്ളൂ. ഇതിൻ്റെ കളറൊക്കെ പക്കയാണ്, ഒരു മിസ്മാച്ചും ഇല്ല. കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ആ ഗ്യാപ്പ് ഉണ്ടായിരുന്ന എല്ലാം ശരിയാക്കി. നമ്മൾ ഇതിനകത്ത് ഒന്നും തന്നെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ആ ബമ്പർ തന്നെ റിപ്പയർ ചെയ്തു, ആ ഫെൻഡറിന് റിപ്പയർ ചെയ്തു. ഒന്നും ആ ലൈനോ ഗ്രൂവിനോ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ, പ്രീമിയം വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്ത വാഹനമായിക്കോട്ടെ, ഏത് വാഹനത്തിൻ്റെയും ആക്സിഡൻ്റൽ വർക്ക് ആയിക്കോട്ടെ, പെയിൻറ്റിങ്, ഡെൻറ്റിങ്, എന്തും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള വാഹനങ്ങളോടുള്ള ആഗ്രഹം മൂലം ഇങ്ങനത്തെ വാഹനം എടുക്കുന്ന ആൾക്കാരുണ്ട്. പൈസ ഒക്കെ കൂട്ടി വെച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനം ഞങ്ങളെ ഏൽപ്പിക്കാവുന്നതാണ്.